നിങ്ങളിൽ ആരെങ്കിലും വിശപ്പിൻ്റെ വില അറിഞ്ഞിട്ടുണ്ടോ? വിശന്നൊട്ടിയ വയറുമായി നിരവധി മനുഷ്യർ തെരുവിലുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? സോഷ്യൽ മീഡിയയിൽ ലൈക്കുകൾ കിട്ടാൻ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന കാക്കയ്ക്കും പൂച്ചയ്ക്കും നായ്ക്കൾക്കും ഭക്ഷണം കൊടുക്കുന്ന മനുഷ്യൻ്റെ കപടമായ സഹജീവി സ്നേഹം പലപ്പോഴും കാണാറില്ലേ? പട്ടിണി കിടക്കുന്ന സ്വന്തം കൂടപ്പിറപ്പിനും അയൽക്കാരനും ആരോരുമില്ലാത്തവരും ഒരു നേരത്തെ അന്നം കൊടുക്കാത്ത ദുഷ്ട മനസ്സുള്ളവരുടെ നാടാണിത്. വിശപ്പടക്കാൻ ഭക്ഷണം മോഷ്ടിച്ചവനെ തല്ലിക്കൊന്ന മനുഷ്യർ. അട്ടപ്പാടിയിലെ മധുവിനെ ആൾക്കൂട്ട വിചാരണ നടത്തി കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല, അതിനു മുൻപ് കൈകൾ കൂട്ടിക്കെട്ടി സെൽഫി എടുക്കുകയും ചെയ്ത മനസ്സാക്ഷിയില്ലാത്തവർ. മധുവിന് നീതി കിട്ടാൻ 8 വർഷത്തോളം ആ കുടുംബം നിയമപോരാട്ടം നടത്തി. ഒടുവിൽ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചെങ്കിലും 1-ാം പ്രതിയെ കുറ്റവിമുക്തനാക്കിയത് ആരുടെ വീഴ്ചയാണ്? എന്താണ് മധു വധക്കേസിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഫെബ്രുവരി 22 ലോകത്തിന് മുന്നിൽ മലയാളികൾ തലകുനിച്ച ദിവസം. വിശന്നൊട്ടിയ വയറുമായി മല കയറി വന്ന ഒരു യുവാവിനെ തല്ലിക്കൊന്നത് ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കാനാണല്ലേ? അവൻ്റെ പേരാണ് മധു. പട്ടിണി മാറ്റാൻ ഒരൽപ്പം അരിയും മല്ലിപ്പൊടിയും മോഷ്ടിച്ചു എന്ന പേരിൽ ആൾക്കൂട്ടം വിചാരണ നടത്തി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ആദിവാസി യുവാവ്. ആ ക്രൂരത കാട്ടിയവർക്ക് എന്ത് ശിക്ഷ കൊടുത്താൽ സാധുവായ മനുഷ്യന് നീതി കിട്ടും? പല അട്ടിമറികളും സാക്ഷികളുടെ കൂറുമാറ്റവും വിചാരണ വൈകിപ്പിക്കലും ഉൾപ്പെടെ കണ്ട കേസിൽ വിചാരണ കോടതി ശിക്ഷ വിധിച്ചപ്പോൾ നീതിപീഠം പോലും തലകുനിച്ച് കാണും. വീണ്ടും വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം. ഒടുവിൽ കുടുംബ പ്രതീക്ഷയുടെ കാത്തിരുന്ന ദിവസം. എന്നാൽ ഹൈക്കോടതി 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമാക്കി ഉയർത്തിയെങ്കിലും 1-ാം പ്രതി ഹുസൈനെ വെറുതെ വിട്ടത് നിരാശപ്പെടുത്തുന്ന വിധിയാണ്. മധുവിൻ്റെ അമ്മയ്ക്ക് 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ഉത്തരവിലുണ്ട്. ഹുസൈനെ വെറുതെ വിട്ടതിൽ വേദനയുണ്ടെന്ന് മധുവിൻ്റെ കുടുംബം പ്രതികരിച്ചു. അട്ടപ്പാടി മധു വധക്കേസിൽ ആകെ ഉണ്ടായിരുന്നത് 16 പ്രതികൾ. വിചാരണ കോടതി 7 വർഷം കഠിന തടവ് വിധിച്ച 13 പ്രതികളിൽ 12 പേർക്ക് ഹൈക്കോടതി ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് ശിക്ഷ ഉയർത്തി. പക്ഷേ 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടു. നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ട 4-ഉം 11-ഉം പ്രതികളെ കുറ്റവിമുക്തരാക്കിയ നടപടി ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട മധുവിന്റെ കുടുംബവും സർക്കാരും നൽകിയ അപ്പീലിലാണ് 12 പ്രതികളുടെ ശിക്ഷ 3 ജീവപര്യന്തത്തിലേക്ക് ഉയർത്തിയത്. ശിക്ഷ മുഴുവനും ജീവപര്യന്തമായി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. പ്രതികൾക്കെതിരെ നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, SC/ST ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. എന്നാൽ 1-ാം പ്രതി മേച്ചേരി ഹുസൈനെ വെറുതെ വിട്ടത് പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി. 1-ാം പ്രതിയെ വെറുതെ വിട്ടതിൽ സമരസമിതിയും കുടുംബവും ആലോചിച്ച്, ഗവൺമെന്റുമായിട്ട് ആലോചിച്ച് നമ്മൾ സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീൽ പോകും. 12 പ്രതികൾക്കാണ് 3 ജീവപര്യന്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. 4-ഉം 11-ഉം പ്രതികളെ കീഴ്ക്കോടതി നേരത്തെ വെറുതെ വിട്ടതാണ്. 16-ാമത്തെ പ്രതിയാണ് ഒരു സിമ്പിൾ ഇംപ്രിസൺമെന്റ് കൂടി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ഒപ്പം നിന്നവർക്ക് നന്ദി പറഞ്ഞ മധുവിന്റെ കുടുംബം. നഷ്ടപരിഹാരമായി 30 ലക്ഷം രൂപ മധുവിന്റെ കുടുംബത്തിന് നൽകുവാനും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. ഇതേമാതിരി ലോക ജനങ്ങൾ ഇങ്ങനെ എന്നെ സഹായിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ ഇത്ര ആയത്. എല്ലാത്തിനെ ഒറ്റയ്ക്ക് എന്നുകൊണ്ട് സാധിക്കില്ല. എല്ലാ സാറുമാരും പോലും എല്ലാവരും സഹായം ഉണ്ടായിരുന്നു. സർക്കാർ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരും അവരങ്ങനെ മുന്നിൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്താ വെച്ചത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയാൻ പറ്റുക. അല്ലാതെ ഒറ്റയ്ക്ക് എനക്കൊന്നും കയറാൻ പറ്റില്ല. നമ്മുടെ അട്ടപ്പാടിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടും എന്റെ നന്ദി ഞാൻ പറയുന്നു ഈ വേളയിൽ. ഒരുപാട് നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മുടെ ഈ കേസിൽ കൂറുമാറുകയുണ്ടായി. അതിൽ എനിക്ക് വളരെ വിഷമം തന്നെ ഉണ്ടായിരുന്നു. കാരണം
നമ്മൾ അനുഭവിച്ച ഓരോ അവഗണനയും വേദനയും അവരൊക്കെ നമ്മളെ ഒരു താഴ്ത്തുന്ന രീതിയിൽ അത്രയ്ക്കും പരമാവധി ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എത്തിയപ്പം അതിലൊരു നല്ലൊരു ആശ്വാസമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. 16-ാം പ്രതി മുനീറിന് നേരത്തെ 3 മാസം മാത്രമായിരുന്നു വിചാരണ കോടതി ശിക്ഷ വിധിച്ചത്. ഇത് 1 വർഷമായി ഡിവിഷൻ ബെഞ്ച് ഉയർത്തി. ഭക്ഷണം മോഷ്ടിച്ചെന്നാരോപിച്ചായിരുന്നു മധുവിനെ 2018 ഫെബ്രുവരി 22-ന് തല്ലിക്കൊന്നത്. കേസിൽ 24 സാക്ഷികൾ കൂറുമാറിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ 10 വർഷത്തോളം പ്രണയിച്ച ശേഷം വിവാഹം കഴിച്ചവരാണ് കാസർഗോഡ് പാണലത്തെ ആദിലും ഫാത്തിമയും. നല്ല വിദ്യാഭ്യാസവും സാമ്പത്തികവും ഒക്കെയുള്ള കുടുംബങ്ങൾ. എന്നാൽ അവൾ സ്വപ്നം കണ്ടതുപോലെ ആയിരുന്നില്ല ദാമ്പത്യ ജീവിതം. തുടക്കം മുതൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ, മാനസികവും ശാരീരികവുമായ പീഡനം. 1-ാം വിവാഹ വാർഷികത്തിൻ്റെ തലേ ദിവസം എന്തായിരിക്കും ആ വീട്ടിൽ സംഭവിച്ചത്? ആസിഡ് കഴിച്ച് യുവതി മരിച്ച കേസിൽ പല ദുരൂഹതകളുമുണ്ട്. ഫാത്തിമത്തിൻ്റെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഭർത്താവ് മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ പ്രതിയായ ഭർത്തൃമാതാവ് ആയിഷയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പാണലത്ത് ഭർത്തൃ വീട്ടിൽ 24 വയസ്സുകാരി ഫാത്തിമത്ത് സുവൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയ സംഭവത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിർണായക വിവരങ്ങൾ. യുവതിയുടെ ശരീരത്തിൽ പലയിടത്തും മർദ്ദനമേറ്റ പാടുകൾ ഉള്ളതായി ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ പലതും പുതിയ പാടുകളാണെന്നും റിപ്പോർട്ടിലുണ്ട്. കേസിൽ സുവൈദയുടെ ഭർത്താവ് ചെങ്കള പാണലം സ്വദേശി KA മുഹമ്മദ് ആദിലിനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രിയോടെയാണ് ആദിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കാസർഗോഡ് ജില്ലാ കോടതി ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഭാരതീയ ന്യായ സംഹിത 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും BNS 85 പ്രകാരം ഗാർഹിക പീഡനം, സ്ത്രീധനം ആവശ്യപ്പെടൽ എന്നിവ പ്രകാരമുള്ള കുറ്റവുമാണ് ചുമത്തിയത്. ആദിലിന്റെ മാതാവും കേസിൽ പ്രതിയാണ്. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാസർഗോഡ് ചെർലടക്ക സ്വദേശി ഫാത്തിമത്ത് സുവൈദ ശനിയാഴ്ച രാത്രിയാണ് പാണലത്തെ ഭർത്തൃ വീട്ടിൽ വെച്ച് ആസിഡ് കഴിച്ചത്. വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് യുവതി ആസിഡ് കഴിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഞായറാഴ്ച പുലർച്ചെ 12ഓടെ മരണം സംഭവിക്കുകയായിരുന്നു. ഇന്ന് 1-ാം വിവാഹ വാർഷികം നടക്കാനിരിക്കെയാണ് സുബൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മാതാവ് കൂടിയായിരുന്നു ഫാത്തിമത്ത് സുബൈദ. സംഭവത്തിന് പിന്നാലെ ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡനമാണ് യുവതി ജീവനൊടുക്കാൻ കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ഭർത്താവിന്റെയും മാതാവിന്റെയും ഭാഗത്തു നിന്ന് യുവതിക്ക് നിരന്തരമായ ശാരീരികവും മാനസികവുമായ ഉപദ്രവമുണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. സുബൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്തൃ വീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും പരാതിയിൽ പറയുന്നു. സുബൈദയുടെയും ആദിലിന്റെയും പ്രണയ വിവാഹമായിരുന്നുവെന്നും വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലുമായിട്ടില്ലെന്നും ഭർത്തൃ വീട്ടുകാരുടെ കുത്തുവാക്കുകളും പീഡനവുമാണ് ഈ കടുങ്കൈ ചെയ്യാൻ സുബൈദയെ പ്രേരിപ്പിച്ചതെന്നും വീട്ടുകാർ പറയുന്നു. തുടർന്നാണ് വിദ്യാനഗർ പോലീസ് ഭർത്താവ് ആദിലിനെ ഇന്നലെ രാവിലെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും രാത്രിയോടെ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ന്യൂസ് 18 കാസർഗോഡ്. കേരളത്തിൽ വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ്. ഈ പ്രഖ്യാപനം നിരവധി മനുഷ്യർക്ക് പ്രതീക്ഷയും ആശ്വാസവുമാണ്. എന്നാൽ ഇതുകൊണ്ട് എന്താണ് പ്രയോജനം? വയോധികരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എന്ത് നടപടിയാകും ഉണ്ടാവുക? ഓരോ ദിവസവും ആശങ്കപ്പെടുത്തുന്ന ഒട്ടേറെ സംഭവങ്ങളെക്കുറിച്ച് കേൾക്കാറുണ്ട്. വയനാട് കോട്ടത്തലയിലെ ഫാത്തിമ എന്ന വയോധികയുടെ ദുരൂഹമരണം ചർച്ച ചെയ്യേണ്ടതാണ്. വീട്ടിൽ തനിച്ചു താമസിക്കുന്ന ഫാത്തിമയെ മോഷണശ്രമത്തിനിടെ കൊലപ്പെടുത്തിയതാണ് സംശയം. എന്നാൽ സ്വർണ്ണാഭരണങ്ങൾ പൊട്ടിച്ച നിലയിൽ കണ്ടെത്തിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇത് പല സംശയങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാണ്.
വയനാട് കോട്ടത്തറ വൈപ്പടി പ്രദേശത്തെ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറായ കുത്തിനി ഉസ്മാന്റെ മാതാവാണ് കൊല്ലപ്പെട്ട ഫാത്തിമ. തനിച്ചു താമസിക്കുകയായിരുന്നു ഇവർ. ഫാത്തിമയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കവർച്ച ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് മരണം സംഭവിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. എന്നാൽ മരണകാരണം എന്താണെന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ ഔദ്യോഗികമായി വ്യക്തമാകൂ എന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്. 5:30-6 മണിയോടുകൂടി ഇളയ മകൻ ഉസ്മാൻ എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഇത് കാണുന്നത്. അത് കണ്ട് ഇവിടെ പിന്നെ നൈറ്റി ആയിരുന്നു വസ്ത്രം ഉണ്ടായിരുന്നത്. പിന്നെ ഒരു മാല പൊട്ടിയിട്ട് വരാന്തയിലുണ്ടായിരുന്നു. പിന്നൊരു ഈ കമ്മൽ മുറ്റത്തുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് പോലീസിനെ വിവരം അറിയിച്ചു. ആളുകളൊക്കെ കൂടി പോലീസിനെ വിവരം അറിയിച്ചു. കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ശേഷം മാനന്തവാടിയിലേക്ക് ബോഡി കൊണ്ടുപോയി. ഫാത്തിമയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ കവർച്ച ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് മരണം സംഭവിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിവരം. ന്യൂസ് 18 വയനാട്. മദ്യപിച്ചു കഴിഞ്ഞാൽ മനോനില തെറ്റുന്നവരുണ്ട്. പിന്നെ തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതരാകും. ഒരാളെ ആക്രമിക്കാനും കൊലപ്പെടുത്താനും മടിക്കില്ല. ഇടുക്കി കട്ടപ്പനയിൽ മദ്യലഹരിയിലുണ്ടായ കൊലപാതക കേസിലേക്കാണ്. കൊല്ലം സ്വദേശി പ്രശാന്തനെ കൊലപ്പെടുത്തിയത് അടുത്ത സുഹൃത്താണ്. മദ്യപാനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് പ്രകോപന കാരണം. കേസിൽ തമിഴ്നാട് സ്വദേശി രമേശ് പാണ്ഡ്യനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച രാത്രിയിലാണ് കമ്പം സ്വദേശി രമേശ് പാണ്ഡ്യൻ കൊലപാതകം നടത്തിയത്. കൊല്ലം സ്വദേശി പ്രശാന്തനും തമിഴ്നാട് സ്വദേശി രമേശ് പാണ്ഡ്യനും ആക്രി സാധനങ്ങൾ പെറുക്കിവിറ്റ് ഉപജീവനം നടത്തുന്നവരും സുഹൃത്തുക്കളുമായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് പ്രശാന്തിനെ കട്ടപ്പന ഇടശ്ശേരി ജംഗ്ഷന് സമീപമുള്ള ആക്രിക്കടയുടെ മുൻവശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടുത്തുള്ള കച്ചവടക്കാർ പോലീസിൽ വിവരമറിയിച്ചു. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കൊലപാതകമാണെന്ന് വ്യക്തമായത്. മദ്യലഹരിയിലാണ് പ്രതി കൊലപാതകം നടത്തിയത്. ഫോറൻസിക് വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം നഗരത്തിലുള്ളവർക്ക് വളരെ സുപരിചിതനാണ് ലോട്ടറി കച്ചവടക്കാരനായ രാജേന്ദ്രൻ. മുണ്ടക്കൽ സ്വദേശിയാണെങ്കിലും വർഷങ്ങളായി നഗരത്തിലെ കടത്തിണ്ണകളിലാണ് താമസം. ഭാര്യയുടെ മരണശേഷം മക്കളുമായി അകന്നു കഴിയുകയാണ്. അതിനിടെ എന്തായിരിക്കും രാജേന്ദ്രന് സംഭവിച്ചത്? നഗരത്തിൽ ലോട്ടറി കച്ചവടം നടത്തി വന്നിരുന്ന രാജേന്ദ്രനെ കഴുത്തിൽ തുണി മുറുക്കി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് പുറത്തുവിട്ടിട്ടില്ല. കൊലപാതക സാധ്യത കണക്കിലെടുത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. കൊല്ലം കമ്മീഷണർ ഓഫീസിന് സമീപമുള്ള കാർക്കൂൾ സ്ഥാപനത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്താണ് വയോധികന്റെ മൃതദേഹം കണ്ടെത്തിയത്. മുണ്ടക്കൽ സ്വദേശിയും നഗരത്തിൽ ലോട്ടറി കച്ചവടം നടത്തി വന്നിരുന്ന ആളുമാണ് മരിച്ച രാജേന്ദ്രൻ. സ്ഥാപനത്തിലെ സുരക്ഷാ ജീവനക്കാരൻ സ്ഥലത്തെത്തിയപ്പോഴാണ് രാജേന്ദ്രനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതും പോലീസിൽ വിവരം അറിയിച്ചതും. ഭാര്യ മരിച്ചതിനെ തുടർന്ന് ഏകാന്ത ജീവിതം നയിച്ചിരുന്ന രാജേന്ദ്രൻ മക്കളുമായി അകൽച്ചയിലായിരുന്നു. ഏറെ നാളുകളായി കാർക്കൂൾ എന്ന സ്ഥാപനത്തിന്റെ ഒഴിഞ്ഞ ഭാഗത്താണ് ഇയാൾ താമസിച്ചിരുന്നത്. ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും എല്ലാ സാധ്യതകളും പരിശോധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൊല്ലം ACP അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം.
പകലും രാത്രിയും ക്രിമിനൽ സംഘങ്ങൾ നാട്ടിൽ ഭീതി വിതയ്ക്കുകയാണ്. ആളുകൾ നോക്കി നിൽക്കിയുള്ള അതിക്രമങ്ങൾ, പോലീസിന്റെ കൺമുന്നിൽ പോലും പരാക്രമം. മലപ്പുറം വണ്ടൂരിൽ CPM പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ബാർബർ ഷോപ്പിൽ വെച്ചാണ്. ഷോപ്പിൽ അതിക്രമിച്ചു കയറിയ യുവാവ് കാപ്പിൽ സ്വദേശി സാജുവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ആക്രമിച്ചത്. സംഭവത്തിൽ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കാപ്പിലിൽ തുടർച്ചയായി ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷത്തിന്റെ തുടർച്ചയാണ് ആക്രമണമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:15 ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യാനെത്തിയതാണ് സാജു. അതിനിടെ കഴുത്തിൽ കോൺഗ്രസ് പതാക ചുറ്റി ഒരു യുവാവ് ഷോപ്പിലേക്ക് എത്തുന്നു. ആ സമയം ഷേവ് ചെയ്യുകയായിരുന്ന സാജുവിനെ കടയ്ക്കുള്ളിൽ കയറി കത്തികൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ബാർബർ ഷോപ്പിൽ ഉണ്ടായിരുന്നവർ അക്രമിയെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും അവരെയും അയാൾ ആക്രമിക്കാൻ ശ്രമിച്ചു. പിന്നീട് വിവരമറിഞ്ഞ് പോലീസ് എത്തി പ്രതിയെ പിടിച്ച് ബാർബർ ഷോപ്പിന് പുറത്തേക്കിറക്കി. അതോടെ മറ്റ് 2 പേർ കൂടി ഷോപ്പിനകത്തെത്തി സാജുവിനെ ഭീഷണിപ്പെടുത്തുന്നതും ദൃശ്യങ്ങളിലുണ്ട്. വണ്ടൂർ സ്വദേശികളായ രാഖിൽ, രോഹിത്, അഭിരാം എന്നിവരാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് ആക്രമണമെന്നാണ് വിവരം. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 വണ്ടൂർ. എല്ലാ മനുഷ്യർക്കും പല രീതിയിലുള്ള ദൗർബല്യങ്ങളുണ്ടാകും. എന്നാൽ സ്ത്രീ വിഷയം പലരുടെയും ജീവിതം തന്നെ തകർക്കാറുണ്ട്. മുൻ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കിയത് ഒരു ലൈംഗികാരോപണ കേസാണ്. പരാതിയും കേസും അറസ്റ്റുമൊക്കെ ആയതോടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെ എൽദോസിനെതിരെ തിരിഞ്ഞു. അങ്ങനെ ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെട്ടു. ആ കേസിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്നല്ലേ? എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരി മൊഴി മാറ്റിയെന്ന് വിവരം. എൽദോസ് പീഡിപ്പിച്ചിട്ടില്ലെന്ന യുവതി നെയ്യാറ്റിങ്കര കോടതിയിൽ വിചാരണയ്ക്കിടെ പറഞ്ഞു. എന്നാൽ ഇത് അടിസ്ഥാനരഹിതമെന്നാണ് യുവതി പിന്നീട് പ്രതികരിച്ചത്. സെപ്റ്റംബർ 28 എൽദോസ് കുന്നപ്പള്ളി ശാരീരികമായി ഉപദ്രവിച്ചെന്ന് കാട്ടി പേട്ട സ്വദേശിനിയായ അധ്യാപിക പോലീസിൽ പരാതി നൽകിയത്. മദ്യപിച്ച് വീട്ടിലെത്തി തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഉപദ്രവിച്ചെന്നുമായിരുന്നു പരാതി. കേസ് ഒത്തുതീർപ്പാക്കാൻ CI ശ്രമിച്ചെന്ന് യുവതി ആരോപിച്ചിരുന്നു. പരാതി പിൻവലിച്ചാൽ 30 ലക്ഷം രൂപ നൽകാമെന്ന് എൽദോസ് കുന്നപ്പള്ളി വാഗ്ദാനം ചെയ്തിരുന്നതായും യുവതി വെളിപ്പെടുത്തിയതോടെ അത് വലിയ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ചു. താൻ നിരപരാധിയാണെന്നും തന്റെ ഫോൺ സുഹൃത്തായിരുന്ന യുവതി മോഷ്ടിച്ച് കടന്നു കളഞ്ഞെന്നുമായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയുടെ വാദം. പണം ആവശ്യപ്പെട്ടപ്പോൾ നിരസനത്തിനെ തുടർന്നാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചതെന്നും എൽദോസ് അന്ന് പറഞ്ഞു. എന്നാൽ ലൈംഗികാരോപണം എൽദോസ് കുന്നപ്പള്ളിയുടെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ തിരിച്ചടിയായി. അതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ സീറ്റും നിഷേധിക്കപ്പെട്ടു. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് പരാതിക്കാരിയുടെ കൂറുമാറ്റം. എൽദോസ് കുന്നപ്പള്ളി പീഡിപ്പിച്ചിട്ടില്ലെന്ന് യുവതി നെയ്യാറ്റിങ്കര കോടതിയിൽ വിചാരണയ്ക്കിടെ പറഞ്ഞു. എൽദോസിന്റെ സുഹൃത്തുക്കൾ ഭീഷണിപ്പെടുത്തിയില്ലെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് പരാതിക്കാരിയുടെ മൊഴിമാറ്റം എന്നത് വ്യക്തമല്ല. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടതു സർക്കാർ ഭരിച്ച കഴിഞ്ഞ 10 വർഷം ഏറ്റവും സുഖിച്ചത് രാഷ്ട്രീയ കൊലയാളികളാണ്.
ശിക്ഷിക്കപ്പെട്ടവർക്ക് പോലും ആവശ്യത്തിന് പരോൾ, വിചാരണ തടവുകാർ ജയിലിന് പുറത്ത്. എന്നാൽ ഭരണം മാറിയതോടെ കൊലയാളി സംഘങ്ങൾക്കാണ് ആദ്യത്തെ പണി. കണ്ണൂർ മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളും വീണ്ടും ജയിലിലേക്ക്. ഷുഹൈബ് വധക്കേസിൽ വിചാരണ തുടങ്ങിയതോടെ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതികളുടെ നീക്കമാണ് കോടതിയുടെ അപ്രതീക്ഷിത ഉത്തരവിലൂടെ പൊളിഞ്ഞത്. ഇതോടെ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികളെയും റിമാൻഡ് ചെയ്യാനുള്ള നടപടി പോലീസ് ആരംഭിച്ചു. സൃഷ്ടിച്ച മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് വിചാരണ ആരംഭിച്ചത്. കേസിൽ ഒന്നാം സാക്ഷിയുടെ വിചാരണ പൂർത്തിയാക്കി. എന്നാൽ രണ്ടാം സാക്ഷിയുടെ വിചാരണയ്ക്കിടെ പ്രതിഭാഗം അഭിഭാഷകരിൽ നിന്ന് നാടകീയ നീക്കങ്ങളുണ്ടായി. ഒന്നാം സാക്ഷിയുടെ വിചാരണ പൂർത്തിയാക്കിയത് ശരിയായ രീതിയിലല്ലെന്ന് പ്രതിഭാഗം പരാതി നൽകി. കോടതി ഈ പരാതി തള്ളി. പിന്നാലെ സാക്ഷികളുടെ ക്രോസ് വിസ്താരത്തിൽ നിന്ന് പ്രതിഭാഗം വിട്ടുനിന്നു. കോടതി മാറ്റത്തിന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അതിനാൽ വിചാരണയുമായി സഹകരിക്കുന്നില്ലെന്നും നിലപാട് അറിയിച്ചു. ഇതോടെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷനും ആവശ്യപ്പെട്ടു. പ്രതിഭാഗത്തിന്റേത് കേസിന്റെ വിചാരണ വൈകിപ്പിക്കാനുള്ള നീക്കമെന്ന് വിലയിരുത്തിയ കോടതി തുടർന്ന് പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. കോടതി ഉത്തരവിട്ടതോടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കോടതി പ്രതികളുടെ ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ ഉൾപ്പെടെ അലംഭാവം കാണിച്ച് ഏറെ വിവാദം സൃഷ്ടിച്ച കേസാണിത്. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് വിചാരണ തുടങ്ങിയത്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് LDF സർക്കാർ വഴിവിട്ട നീക്കം നടത്തിയതും വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. 2018 ഫെബ്രുവരി 18 രാത്രി 10:30 മട്ടന്നൂർ കീഴൂർ തെരുവിലെ ഉറി എന്ന തട്ടുകടയിൽ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോൾ മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അക്രമം തടയാൻ ശ്രമിക്കവേ ഷുഹൈബിന്റെ സുഹൃത്തുക്കളായ നൌഷാദ്, റിയാസ് എന്നിവർക്കും പരിക്കേറ്റിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? മക്കളൊക്കെ വിദേശത്താണെങ്കിൽ ഇനി തനിച്ചിരിക്കേണ്ട. കയ്യിൽ പണമുണ്ടെങ്കിൽ ആധുനിക സൗകര്യങ്ങളുള്ള റിട്ടയർമെന്റ് ഹോമുകളിൽ താമസിക്കാം. ഇങ്ങനെയുള്ള വാഗ്ദാനം കേട്ട് വിശ്വസിച്ച് ചതിക്കപ്പെട്ട വൃദ്ധമാതാപിതാക്കളുടെ കഥയാണിത്. തൊടുപുഴ മുതലക്കോടത്ത് വൃദ്ധസദനത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ തട്ടിയ പ്രതി അറസ്റ്റിലായി. അന്തേവാസികളിൽ നിന്ന് പണം വാങ്ങി വിദേശത്തേക്ക് കടന്ന തൊടുപുഴ സ്വദേശി ജീവൻ തോമസാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത്. ഇയാൾക്കായി നേരത്തെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ആജീവനാന്തം പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ സംരക്ഷിക്കാമെന്ന് ഉറപ്പു നൽകി വലിയ തുക വാങ്ങി ഇയാൾ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. വാർദ്ധക്യകാല ജീവിതം മെച്ചപ്പെട്ട രീതിയിലാക്കാമെന്ന വാഗ്ദാനം നൽകി തുക മുൻകൂറായി വാങ്ങിയായിരുന്നു ജീവൻ തോമസിന്റെ ഇടപാട്. വിരമിച്ചപ്പോൾ കിട്ടിയ തുകയും വസ്തുവകകൾ വിറ്റുകിട്ടിയ പണവുമെല്ലാം സമാഹരിച്ച് 10-15 ലക്ഷം വീതമാണ് ഓരോരുത്തരും എൽഡർ ഗാർഡൻ എന്ന സ്വകാര്യ വൃദ്ധസദനത്തിനായി നൽകിയത്. തൊടുപുഴയിലെത്തിയപ്പോഴാണ് പലരും വഞ്ചിക്കപ്പെട്ട കാര്യം അറിയുന്നതും. പഴകിയ കെട്ടിടവും അന്തരീക്ഷവും. 2025 ആദ്യം ജീവൻ അയർലൻഡിലേക്ക് മുങ്ങി. നല്ല ആഹാരവും ചികിത്സയും പരിചരണവുമില്ലാതെ വയോധികരും ഭിന്നശേഷിക്കാരും ഉൾപ്പെടെയുള്ള അന്തേവാസികൾ കടുത്ത ദുരിതത്തിലായി. വയോധികർക്ക് സാന്ത്വന പരിചരണമോ ആരോഗ്യ ശുശ്രൂഷകളോ ഒന്നും ലഭിച്ചില്ല. തുടർന്ന് പോലീസും നഗരസഭയും ഇടപെട്ടു. അന്വേഷിച്ചപ്പോഴാണ് മതിയായ രജിസ്ട്രേഷൻ നടപടികൾ പോലും സ്ഥാപനം പൂർത്തിയാക്കിയിരുന്നില്ലെന്ന് മനസ്സിലായത്. തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വിശ്വാസവഞ്ചന, ചതി, സ്വത്ത് തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ഒടുവിൽ ജീവൻ തോമസിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസും ഇറക്കി. നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ ബാംഗ്ലൂരുവിൽ പിടിയിലായത്. തൊടുപുഴ പോലീസ് ബാംഗ്ലൂരുവിൽ നിന്ന് ജീവനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി.
ജീവൻ തോമസ് സമാന രീതിയിൽ അനധികൃതമായി സൗപർണിക ഓൾഡ് ഏജ് ഹോം എന്ന പേരിൽ പാലക്കാട്ടും വൃദ്ധസദനം നടത്തിയിരുന്നു. എന്നാൽ ലൈസൻസും അനുബന്ധ രേഖകളും ഇല്ലാത്തതിനെ തുടർന്ന് പാലക്കാട്ടെ വൃദ്ധസദനം പൂട്ടിപ്പോയെന്നാണ് വിവരം. അതിനാൽ അവിടെയുണ്ടായിരുന്ന ഒരാളെ തൊടുപുഴ മുതലക്കോടത്തെ വൃദ്ധസദനത്തിൽ പാർപ്പിക്കുകയായിരുന്നു. ഈ അന്തേവാസിയും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് പൂച്ചക്കാട് പ്രവാസിയായ മജീദിന്റെ വീട്ടിൽ നടന്ന കവർച്ച നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ സംഭവമാണ്. മജീദിന്റെ വീട്ടിൽ നിന്ന് 45 പവൻ സ്വർണ്ണാഭരണങ്ങളും 6 ലക്ഷം രൂപയും നഷ്ടപ്പെട്ടിരുന്നു. സംഭവം നടന്ന 1 മാസത്തിന് ശേഷമാണ് കള്ളനെ പിടികൂടാൻ കഴിഞ്ഞത്. കേസിൽ അറസ്റ്റിലായ പ്രതി കോയമ്പത്തൂർ സ്വദേശി നടരാജനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മറ്റൊരു കവർച്ചാ കേസിലാണ് ഇയാൾ ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. സംഭവത്തിൽ പ്രാദേശിക സഹായം ലഭിച്ചതായി സംശയിക്കുന്നുണ്ട്. കവർച്ച നടത്തിയ സ്വർണം പോലീസ് കണ്ടെത്തി. ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി അബ്ദുൾ മജീദിന്റെ പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് 1/2 കോടിയിലേറെ രൂപയുടെ സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോയമ്പത്തൂർ മേട്ടുപ്പാളയം സ്വദേശി നടരാജനെ മറ്റൊരു കവർച്ചാ കേസിലാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. പിന്നീട് ചോദ്യം ചെയ്യലിലാണ് പൂച്ചക്കാട്ടെ കവർച്ചയിൽ തുമ്പുണ്ടായത്. കവർച്ച നടത്തിയ സ്വർണം കണ്ണൂരിൽ നിന്നും അന്വേഷണ സംഘം കണ്ടെടുത്തു. ഇതിനിടയിൽ കവർച്ചയ്ക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ഏപ്രിൽ 16 ഷൊർണൂർ ഗുരുവായൂരപ്പൻ നഗറിലെ വീടിന്റെ പൂട്ടു തകർത്ത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണവും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറും മോഷ്ടിച്ച കേസിലാണ് നടരാജ് പിടിയിലായത്. വീടുകളുടെ വാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തുന്നതാണ് നടരാജിന്റെ രീതി. കേരളത്തിലെത്തി മോഷണം നടത്തിയാൽ പിന്നെ ഉടൻ കർണാടകയിലേക്ക് രക്ഷപ്പെടും. പിടിക്കപ്പെടാതിരിക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. ഇതിനിടയിൽ കോയമ്പത്തൂർ മേട്ടുപ്പാളയത്തിൽ നിന്ന് അതിസാഹസികമായാണ് പിടികൂടിയത്. പോലീസിന്റെ വലയിലാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് നടരാജൻ ബേക്കലിൽ കവർച്ച നടത്തിയത്. വാതിൽ കുത്തി തുറന്ന പ്രതി 45 പവൻ സ്വർണവും 35,000 രൂപയുമാണ് കവർച്ച നടത്തിയത്. പൂട്ടിയിട്ട വീടിന്റെ മുൻവാതിൽ പിക്കാസ് ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചാണ് കവർച്ച നടത്തിയത്. 2 കിടപ്പുമുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവുമാണ് നഷ്ടമായത്. ഇയാൾക്കെതിരെ കേരള, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി 30-ലധികം കേസുകൾ നിലവിലുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സ്ക്വാഡാണ് കേസ് അന്വേഷിക്കുന്നത്. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ നാട്ടിൽ CCTVകളില്ലാത്ത സ്ഥലങ്ങളുണ്ടോ? മോഷണവും കുറ്റകൃത്യങ്ങളും തടയാനാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. എന്നിട്ട് മോഷണത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? CCTVകളെപ്പോലും വകവെക്കാതെയാണ് കവർച്ചാ സംഘങ്ങൾ മോഷ്ടിക്കാൻ ഇറങ്ങുന്നത്. കാസർഗോഡ് നീലേശ്വരത്ത് ക്ഷേത്രത്തിൽ കഴിഞ്ഞ രാത്രിയിലായിരുന്നു കവർച്ച. കോട്ടപ്പുറം ശ്രീ വൈകുണ്ഠ ക്ഷേത്രത്തിൻ്റെ 6ഓളം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നു. ശ്രീകോവിലും ഓഫീസിലെ ഷെൽഫും കുത്തി തുറന്നിട്ടുണ്ട്. CCTVയിൽ നിന്ന് ലഭിച്ച മോഷ്ടാവിൻ്റെ ദൃശ്യം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഞായറാഴ്ച രാത്രിയാണ് കോട്ടപ്പുറം വൈകുണ്ഠ ക്ഷേത്രത്തിൽ കവർച്ച നടന്നത്. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്രത്തിന് സമീപമെത്തിയ തൊഴിലാളികളാണ് പള്ളിയറ കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. ഉടൻ ക്ഷേത്ര ഭാരവാഹികളെയും പോലീസിനെയും വിവരമറിയിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിൽ ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്നതായി കണ്ടെത്തി. ക്ഷേത്രം ഓഫീസും തുറന്നിട്ടുണ്ട്. ഇവിടെ ഷെൽഫിൽ സൂക്ഷിച്ച 30,000 രൂപ മോഷണം പോയിട്ടുണ്ട്. ഭണ്ഡാരങ്ങൾ 15 ദിവസം മുൻപ് തുറന്നതിനാൽ കൂടുതൽ പണം അതിലുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത്. ഞായറാഴ്ച രാത്രി 8:30 മോഷ്ടാവ് ക്ഷേത്രത്തിൽ കയറുന്നതിന്റെയും പിന്നീട് പുലർച്ചെ 12:30 പുറത്തിറങ്ങുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കയ്യിലൊരു സഞ്ചിയുമായി പോകുന്ന മോഷ്ടാവ് കയ്യിലുള്ള വടി ഉപയോഗിച്ച് പള്ളിയറ വാതിൽ തല്ലിപ്പൊളിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്.
നിരവധി തവണ ക്ഷേത്രം മതിൽക്കെട്ടിനകത്തും പുറത്തേക്കും മോഷ്ടാവ് കടക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ക്ഷേത്ര ഓഫീസിനകത്തു നിന്ന് പണത്തിനു പുറമെ മറ്റ് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നും പരിശോധിക്കുന്നുണ്ട്. ക്ഷേത്രം സെക്രട്ടറി എ രാജുവിന്റെ പരാതിയിൽ നീലേശ്വരം പോലീസ് കേസെടുത്തു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കാസർഗോഡ്. പലരും രാവിലെ എഴുന്നേൽക്കുന്നത് മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടല്ലേ. പിന്നീട് ദിവസം മുഴുവൻ എവിടെ പോയാലും എന്ത് ചെയ്താലും ഫോൺ കൂടെ ഉണ്ടാകും. രാത്രിയിൽ മൊബൈൽ കിടക്കയുടെ വശത്തായി വയ്ക്കും. ചെറുപ്പക്കാർ മാത്രമല്ല, പ്രായമായവരും ഇത്തരത്തിൽ ഫോൺ അഡിക്ഷനിൽ പെട്ടുപോകുന്ന കാഴ്ച. നേരം പോക്കിനായി ചെയ്യുന്ന ചില ശീലങ്ങളാണ് പലപ്പോഴും ദുശീലങ്ങളായി മാറുന്നത്. ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ സ്ഥിരമായി നോക്കാത്തവർ കുറവായിരിക്കും. നേരം പോക്കായി തുടങ്ങുകയും പിന്നീട് ഒഴിവാക്കാനാകാത്ത ദുശീലമായി പലർക്കും സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. ഈ ഡിജിറ്റൽ യുഗത്തിൽ മൊബൈൽ ഫോൺ ഒഴിവാക്കാൻ കഴിയില്ലെന്നറിയാം. എന്നാൽ അതിൻ്റെ ഉപയോഗം കുറച്ചില്ലെങ്കിലാണ് പ്രശ്നം. പ്രത്യേകിച്ച് നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴെങ്കിലും സ്ക്രീൻ ടൈം കുറയ്ക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് വ്യക്തിപരമായി മാത്രമല്ല ബാധിക്കുന്നത്. പല വീടുകളിലും കുടുംബ പ്രശ്നങ്ങൾക്കും ഫോണാണ് പ്രധാന വില്ലൻ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.